ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? എന്തായാലും ദേഹത്ത് കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. അപ്പൊ ഇത് പ്രതിഷേധമല്ല, എൻ്റെ കേരളത്തിലെ, എൻ്റെ നാട്ടിലെ എൻ്റെ രാജാവ് വരികയാണ്. ശ്രമിക്കാം. ഒഴുകൊന്നും വേണ്ട, അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എൻ്റെ രാജാവ് വരികയാണ്. അപ്പം രാജാവ് വരുമ്പോൾ രാജാവിൻ്റെ മനസ്സൊരിക്കലും വിഷമിക്കാൻ പാടില്ല. രാജാവ് എത്ര കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും നമ്മൾ പ്രജകളാണ്. നമ്മൾ അടിയന്മാർ രാജാവിനെ വിഷമിപ്പിക്കാൻ പാടില്ല. വേണ്ടായിരുന്നു. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. അതുകൊണ്ട് രാജാവിന് ഇഷ്ടമല്ലാത്ത ഒരു കളർ നമ്മളിൽ കാണാൻ പാടില്ല. അപ്പം ഞാൻ ജന്മന കറുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ഈശ്വരൻ തന്നിരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ കളറ് മൊത്തവും തന്നെ ഞാൻ വെള്ളയാക്കിയിരിക്കുകയാണ്. ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? ഒരു രോമം പോലും, ശരീരത്തിന്റെ ഏത് ഭാഗത്തെ രോമം പോലും നിങ്ങൾക്ക് വെള്ളയല്ലാതെ വേറൊരു കറുപ്പായിട്ട് ഒറ്റയൊരു അവയവം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കൃഷ്ണമണി, എൻ്റെ രാജാവ് വന്നു കഴിഞ്ഞാൽ രാജാവിന്റെ ദേഹത്ത് എൻ്റെ ദൃഷ്ടി പതിയത്തില്ല. എൻ്റെ രാജാവിന് വേണ്ടിയാണ് ഞാൻ ഈ കസേര, രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര ഞാൻ വരുത്തിയിരിക്കാം. ഈ ചാരു കസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങി പോടാ പുല്ലേ എന്ന് പറയും പോലെ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. എൻ്റെ രാജാവിന് മാത്രം ഇരിക്കാനുള്ള കസേരയാണ്. രാജാവ് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മ്യൂസിയത്തിലേക്ക് തന്നെ മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹവും. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. പറയാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചാനലിലൂടെ ഒക്കെ എന്നെ കണ്ടവരൊക്കെ വിചാരിക്കുന്ന കുറച്ച് വെളുത്തിട്ടാണെന്നാണ്. അങ്ങനെയല്ല, ഞാൻ കുറച്ച് കറുത്തിട്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കറുത്ത കുണ്ടി പോലും ഞാൻ പെയിന്റ് അടിച്ച് വെളുപ്പിച്ചിരിക്കുകയാണ്. ഇന്നിനി പ്രദക്ഷിണം വേണ്ട. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വെള്ള അണ്ടർവെയർ ഇടുന്നത്. ഇന്നലെ പോയി ഇതിനു വേണ്ടി വെള്ള അണ്ടർവെയർ വരെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ചേട്ടൻ, അല്ലാതെ വേണമെങ്കിൽ ഞാൻ ഇത് കാണിക്കാം. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? മൊത്തവും പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. എവിടെയെങ്കിലും എൻ്റെ ഉള്ളിൽ കറുപ്പുണ്ട് എങ്കിൽ അവരിന്ന് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം, അതേതായാലും അധികമാർക്കും കാണില്ല. കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. എനിക്ക് 19 വയസ്സായി എന്നുള്ളത് എന്റെ കുറ്റ. 7 തവണ മത്സരിച്ച് ജയിച്ചാണ് ഞാൻ. അതെന്റെ കുറ്റാണോ? അല്ലല്ല, ഞങ്ങളുടെ കുറ്റ. കണ്ണിനകത്ത് കൃഷ്ണമണിക്കകത്ത് എനിക്ക് കറുപ്പാക്കാൻ പറ്റത്തില്ല. ആ ഒരു പേരിൽ ഇനി ഇവര് കേസെടുക്കുമെന്നുള്ള കാര്യം അറിയില്ല. കുമ്പിട്ട് ഞാനിവിടെ കണ്ണുടച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കത്തേ ഉള്ളൂ, അടിയനെ പോലെ. ഒരിക്കലും രാജാവിന്റെ മനസ്സ് ഒരു കാരണവശാലും നമ്മൾ വിഷമിപ്പിക്കുന്നില്ല. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കൂ. തനിക്കൊരു ജെട്ടിട്ടുടോ? ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. വെള്ളമിട്ട് ഇറങ്ങാൻ ഇവനാരും മാലാകിയ. സൂക്ഷിച്ച് അതിന്റെ ലൂത്ത് കയറേ. പരിചയക്കാരെങ്കിലും ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രനിന്ന് വന്ന ബന്ധു എന്ന് പറഞ്ഞാ മതി. അത് ഒരളിയാ. You and the corn and the pack. You and the can and the corn and the pack. You